വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Tastiest. ഇന്ന് ഞാൻ സേമിയ പായസം റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. സദ്യക്ക് കിട്ടുന്ന പാലടിയില്ലേ, അതേ ടേസ്റ്റ് നമുക്ക് സേമിയ പായസം തയ്യാറാക്കാം. അപ്പോൾ പുതിയ കൂട്ടുകാരാണ് ചാനൽ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കണത്. ആദ്യം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ച് നോക്കാം. പാല് പിരിയാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ക്ലീൻ ചെയ്ത കുക്കറിലേക്ക് നമുക്ക് ഈ പാലൊന്ന് അരിച്ചു കൊടുക്കാം. ഇനി 1.5 ബൗള് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 250 ഗ്രാം പഞ്ചസാര. ലോ ഫ്ലെയിമിൽ 35 മിനിറ്റ് കുക്കർ വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിസിലടിക്കാൻ വെച്ചാൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്താൽ മതി. ലോ ഫ്ലെയിമിൽ 35 മിനിറ്റും ആവി പോവാൻ വേണ്ടി 15 മിനിറ്റാണ് വെച്ചേക്കണത്. നമുക്കിനി ഇത് തുറന്നു നോക്കാം. കണ്ട, പിങ്ക് കളറായേക്കണത്. ഗീ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ മുന്തിരി യൂസ് ചെയ്യണില്ല, ഇവിടെ വലിയ താല്പര്യമില്ല. നിങ്ങൾക്കത് യൂസ് ചെയ്യാം. റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് 150 ഗ്രാം സേമിയും അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി പിങ്ക് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സേമിയൊക്കെ പെട്ടെന്ന് വേവണതാണ്. അപ്പോൾ ഈ പാലിലൊന്ന് മിക്സ് ആവണ വരെ 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചതിന് ശേഷം അത് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് 10 മിനിറ്റിന് അടച്ചു വെക്കണം കേട്ടോ. 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. കണ്ടോ, കറക്റ്റ് തിക്നെസ് ആയിട്ടുണ്ട്. ഈ സേമിയ പായസം ചൂടോടക്കനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കണം. അങ്ങനെ സ്വാദിഷ്ടമായ സേമിയ പായസം റെഡിയാണ്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ.